ഹലോ എവരിവൺ, വെൽക്കം ടു ചാനൽ മല്ലു നഴ്സിംഗ്. അപ്പോൾ ഞാനത്തെ കൃഷ്ണ. യു കെയിൽ വരാൻ പോകുന്ന ഇമിഗ്രേഷൻ റൂൾ ചേഞ്ചസിനെ പറ്റിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റും കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാനിന്ന് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും കേട്ടതുപോലെ തന്നെ ഈ വരുന്ന ജൂലൈ 22 തൊട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് റൂൾ ചേഞ്ചസ് ആണ് യു കെ ഇമിഗ്രേഷൻസിൽ വരുന്നത്. ഓക്കെ, ഈ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം നിരവധി പേരാണ് കോൺടാക്ട് ചെയ്യുന്നതും എൻക്വയറി ആയിട്ടും കൺഫ്യൂസ്ഡ് ആയിട്ടും ടെൻസ്ഡ് ആയിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്ത് അന്വേഷിക്കുന്നത് കാര്യങ്ങളൊക്കെ. കാര്യം ഒരുപാട് നഴ്സസ് കറൻ്റ്ലി ഇവിടെ NHS വർക്ക് ചെയ്യുന്ന ആൾക്കാരാവട്ടെ, സീനിയർ കെയറേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, നാട്ടിൽ നിന്ന് വരാനിരിക്കുന്ന ആൾക്കാർ, ഇപ്പം നാട്ടിൽ BSc നഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ, അതുപോലെ ഇവിടെ PSW ഗ്രാജുവേറ്റ് വിസയിൽ നിൽക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിൽ നിൽക്കുന്നിട്ടുള്ള ആൾക്കാർ, ഡിപ്പെൻഡൻറ്റ് വിസയിലുള്ളവർ, അങ്ങനെ ഒരുപാട് പേർക്ക് കുറേ ക്വയറീസും കാര്യങ്ങളുണ്ട്. ഇത് ഏതെല്ലാം രീതിയിൽ അവരെ എഫക്റ്റ് ചെയ്യും? ഈ 5 ഇയേഴ്സ് എന്ന് പറയുന്ന ILR മാറി 10 ഇയേഴ്സിലോട്ട് അവർ ആ ഒരു കാറ്റഗറിയിലോട്ട് വരുമോ? അവർക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ? അങ്ങനെ നിരവധി സംശയങ്ങളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ UK ഗവൺമെൻറ് ഈ ഒരു റൂൾ ചേഞ്ചസ് ഈ ജൂലൈയിൽ കൊണ്ടുവരുന്നതിൻ്റെ മെയിൻ റീസൺ അവർ 3 ഫാക്ടേഴ്സാണ് മെയിനായിട്ട് ഇതിനകത്ത് ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന്, സ്കിൽ ത്രഷോൾഡിൻ്റെ ലെവൽ റൈസ് ചെയ്യാണ്. അതുപോലെ സാലറി റിക്വയർമെൻറ്റ് കൂട്ടുകയാണ്. എന്തായാലും അതിൻ്റെ കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓവർസീസ് ആയിട്ട് വരുന്ന കെയറേഴ്സ് അല്ലെങ്കിൽ സീനിയർ കെയർ വിസ എന്ന് പറയുന്ന ആ ഒരു റൂട്ട് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് നഴ്സസാണ് നമ്മളെ കോൺടാക്ട് ചെയ്ത് ചോദിച്ചത്, ഈ ഒരു റൂൾ വന്നതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ അവരെ അത് എഫക്റ്റ് ചെയ്യുമോ? അവർക്ക് ഇനി ഡിപ്പെൻഡൻസിനെ മാരേജ് കഴിഞ്ഞ് ഞാൻ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കുമോ? അല്ലെങ്കിൽ നാട്ടിലുള്ള കുട്ടികളെ ഇനി കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ? അപ്പം ഒരു കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, നഴ്സസിനെ ഈ ഒരു കാറ്റഗറിയിൽ ഇൻക്ലൂഡഡ് അല്ല, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള റൂൾസോ കാര്യങ്ങളോ ഒന്നും തന്നെ എഫക്റ്റ് ചെയ്യില്ല എന്തായാലും. അത് നിങ്ങളിനി BSc നഴ്സ് ആണെങ്കിലും ശരി, GNM നഴ്സ് ആണെങ്കിലും ശരി, നിങ്ങൾ NHSലോ പ്രൈവറ്റ് സെക്ടറിലോ നഴ്സിംഗ് ഹോംസിലോ ഒക്കെ തന്നെ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഈ ഒരു റൂള് നിങ്ങളെ ഒരു രീതിയിലും ബാധിക്കാനായിട്ട് പോകുന്നില്ല. എങ്ങനെയാണോ റൂൾസ് നേരത്തെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം തന്നെ കണ്ടിന്യൂ ചെയ്യും. നിങ്ങൾക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാം, അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. സാലറി ത്രഷോൾഡിൻ്റെ കാര്യത്തിൽ യാതൊരു മാറ്റം വന്നിട്ടില്ല. എന്തായിരുന്നോ പഴയത് അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ റീസെൻ്റായിട്ട് ഇപ്പോൾ പിൻ നമ്പർ കിട്ടിയിട്ടുള്ള ആൾക്കാരും റീസെൻ്റായിട്ട് OET അല്ലെങ്കിൽ CBT കഴിഞ്ഞ് OSCE ഒക്കെ എടുക്കാൻ പോകുന്ന ആൾക്കാരും നിങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്തായാലും ഇതുകൊണ്ട് യാതൊരു പ്രോബ്ലമോ ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. പിൻ നമ്പർ കിട്ടി, നിങ്ങൾക്ക് NMC രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണോ റൂൾസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ആയിരിക്കും നിങ്ങൾക്കും അത് ബാധകമായിരിക്കും എന്തായാലും. അല്ലാതെ നിങ്ങൾക്ക് പുതിയതായിട്ട് പിൻ നമ്പർ കിട്ടി ഇപ്പോഴായിട്ട് നിങ്ങൾ ജൂലൈ 22 ശേഷമാണ് ഇനി OSCE എഴുതാൻ പോകുന്നത്, അല്ലെങ്കിൽ പിൻ നമ്പർ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഡിപ്പെൻഡൻസിനെയോ ഫാമിലിനെയോ ഒക്കെ തന്നെ നിങ്ങൾക്ക് കൊണ്ടുവരാം. പിന്നെ ഒരുപാട് ക്വയറീസ് വന്നിട്ടുള്ളത് GNM ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സസിൻ്റെ കേസിലായിരുന്നു. അതായത് RQF ലെവൽ 6 ആക്കിയത് കൊണ്ട് തന്നെ GNMൻ്റെ ക്വാളിഫിക്കേഷൻ അതിലേക്ക് വരില്ലല്ലോ എന്നായിരുന്നു ഡൗട്ട് എല്ലാവരുടെയും. അപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പറയുകയാണ്, NMC വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് GNM എന്ന് പറയുന്നത് ഒരു ഡിപ്ലോമയാണ് ടെക്നിക്കലി ആണെങ്കിൽ പോലും അത് RQF ലെവൽ 6 എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു റൂൾ ചേഞ്ച് അല്ലെങ്കിൽ RQF ലെവൽ 6 മാറ്റി എന്ന് പറയുന്നത് ഒരു രീതിയിൽ നിങ്ങൾ എഫക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല എന്ന് കരുതി നിങ്ങൾ ചാടിക്കയറി പോസ്റ്റ് ബേസിക് നഴ്സിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യേണ്ടതായിട്ടുള്ള നിർബന്ധമോ അത്യാവശ്യമോ ഒന്നുമില്ല എന്തായാലും. ഓക്കെ, കാര്യം ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് പേര് ഇത് മുതലെടുത്തിട്ട് പോസ്റ്റ് ബേസിക് നിങ്ങൾ എത്രയും വേഗം നിങ്ങൾ പഠിക്കുക എന്നുള്ള രീതിയിൽ കുറേ മെസ്സേജുകളും ഏജൻസികളൊക്കെ അപ്രോച്ച് ചെയ്തായിട്ട് കുറേ കുട്ടികൾ നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം കൺസേൺ ആണ്. കാര്യം എന്താ, എത്രയും വേഗം GNM നിന്ന് മാറി പോസ്റ്റ് ബേസിക്കിലോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ഒരു നഴ്സായിട്ട് മാറാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരും എന്നൊരു ടെൻഷൻ ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. ക്ലിയർ ആയിട്ട് പറയുകയാണ്, UK നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാനാണെന്നുണ്ടെങ്കിലും ILRും PRും കിട്ടുന്നതിനും ഒരു രീതിയിലുള്ള റെസ്ട്രിക്ഷൻസും നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ഈ ഒരു പേരും പറഞ്ഞ് ഏതെങ്കിലും ഏജൻസി നിങ്ങളെ കോൺടാക്ട് ചെയ്ത് എത്രയും വേഗം നിങ്ങൾ പോസ്റ്റ് ബേസി എടുത്തോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് UK നിൽക്കാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അവരുടെ അടുത്ത് തിരിച്ച് പറയുക, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ലിങ്ക് അവർക്ക് തിരിച്ചയച്ചു കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മെയിനായിട്ട് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് പറയുന്നത് സ്കിൽഡ് വർക്കർ വിസ. ഒരു 100 to 180 കാറ്റഗറീസ് ഓഫ് ജോബ്സ് ഉണ്ട്. ആ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജോബ് കാറ്റഗറീസിനെ എല്ലാം തന്നെ ഇത് എഫക്റ്റ് ചെയ്യും. എന്താ ഈ ഒരു സ്കിൽ ത്രഷോൾഡ് റൈസ് ചെയ്യും, അതായത് RQF ലെവൽ 6 അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ലെവൽ എന്നുള്ള രീതിയിലോട്ട് ആക്കുമ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് സ്കിൽഡ് വർക്കേഴ്സിന് നേരത്തെ വന്നതുപോലെ, അതായത് അവർക്ക് ഗ്രാജുവേറ്റ് ലെവൽ ഓഫ് വേണ്ടിയിരുന്നില്ല, RQF ലെവൽ 3 to 5 വരെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്കിൽഡ് വർക്ക് വിസ എലിജിബിളായിട്ട് വരാനായിട്ട് പറ്റുമായിരുന്നു. ആ കാര്യങ്ങളെല്ലാം ഇനിയിപ്പോൾ കംപ്ലീറ്റ്ലി സ്റ്റോപ്ഡ് ആവും എന്തായാലും ഈ ഒരു ത്രഷോൾഡ് ലെവൽ കൂടുമ്പോൾ. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജനറൽ സാലറി ത്രഷോൾഡ് എന്ന് പറയുന്നത് 41,700 ആയിട്ട് അപ്പ് ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു തിരിച്ചടിയായിരിക്കും. കാര്യം വിസ സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഈ ഒരു ചേഞ്ചസ് വരുന്നത് പല റീസൺസ് ആണ്. ഓക്കെ, അത് പൊളിറ്റിക്കലി കുറേ കാര്യങ്ങൾ കൊണ്ട് പ്രഷർ കൊണ്ട് ചെയ്തിട്ടുള്ള റീസൺസ് ആണെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ബോട്ടുകൾ വരുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ സംഭവങ്ങളോ ഒന്നും തന്നെ നിർത്തുന്നു അല്ലെങ്കിൽ അതിനുള്ള ഫർദർ ആക്ഷൻസോ കാര്യങ്ങളോ എടുക്കുന്നതായിട്ട് കാണുന്നില്ല. ഇത്രയും സ്കിൽഡായിട്ട് നിൽക്കുന്നവരെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്ന റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ
ഇതൊന്നും തന്നെ ഒന്നിനും ഒരു അവസാനമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാര്യം വിളിക്കുന്ന ആൾക്കാർ അത്രയും തന്നെ വറീഡായിട്ടും ടെൻസ്ഡായിട്ടും ഒക്കെ തന്നെയാണ്. ഉറപ്പായിട്ടും അത് മനസ്സിലാക്കാം. കാര്യം വന്നിരുന്നു, നമ്മുടെ പ്രതീക്ഷകൾ അങ്ങോട്ടും മുന്നോട്ട് പോകാനുള്ളത്. ഇത് ഒരു തുടക്കം മാത്രമാണ്. ഇത് കൊണ്ട് അല്ലെങ്കിൽ UK എന്ന് പറയുന്നൊരു സംഭവം മാത്രമല്ല നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്, അല്ലേ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മാക്സിമം അത് ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അതെല്ലാം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്തായാലും. കാര്യം ഗ്രാജുവേറ്റ് വിസയിലുള്ളവരാവട്ടെ, സ്റ്റുഡൻറ്റ് വിസയിലുള്ളവരാവട്ടെ, അങ്ങനെ ഒരുപാട് കുട്ടികളായിട്ട് നമുക്ക് നല്ല കണക്ഷൻ ഉണ്ട്. അവരുടെ ജോബിന് വേണ്ടിയിട്ടാണെങ്കിലും ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണെങ്കിലും പാർട്ട് ടൈമിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും. അപ്പോൾ ഈ കുട്ടികളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോഴും വിഷമമാണ് സത്യത്തിൽ ഈ ഒരു ന്യൂസ് വന്ന സമയത്ത് എന്തായാലും. പക്ഷേ സ്റ്റിൽ നമുക്ക് ഒരിക്കലും ഇതൊരു എൻഡിങ്ങോ സംഭവങ്ങളൊന്നുമല്ല, ഇതൊരു തുടക്കമാണ് എന്നുള്ള രീതിയിലോട്ട് മാറ്റുക. നിങ്ങൾ അത്രയും ടാലൻറ്റഡ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ വരാനും ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസിലൊക്കെ പഠിക്കാനും ഇവിടെ പാർട്ട് ടൈം ജോബ് കണ്ടെത്താനും. അതിനിടയിൽ എത്രയോ പേര് ജോബ് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയും സമയം വൈകിട്ടില്ല, നിങ്ങൾക്ക് മാക്സിമം ട്രൈ ചെയ്യാം. പക്ഷേ സ്റ്റിൽ ഇതിനിടയിൽ ഒരുപാട് ഫേക്ക് ഏജൻസികളും ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ സമീപിക്കാം, അപ്രോച്ച് ചെയ്യാം. കാര്യം സെൻറ്റിമെൻ്റലായിട്ട് അല്ലെങ്കിൽ ഇമോഷണലായിട്ട് നിൽക്കുന്ന സമയത്തെ ഈ പരിപാടികളൊക്കെ നടക്കുള്ളൂ. ഓക്കെ, അപ്പം ആ കള്ളത്തരങ്ങളും ചതികളും ഒക്കെ തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ആക്ട് ചെയ്യുക എന്തായാലും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ, വോളണ്ടിയറിങ് പോലത്തെ ജോബ്സ് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ജോലിയൊന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പല സ്ഥലങ്ങളും ഇപ്പോൾ ഡയറക്റ്റായിട്ട് വോളണ്ടിയറിങ് ജോബ്സിന് ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പം ഗ്രാജുവേറ്റ് വിസയിലോട്ട് നിങ്ങൾ മാറുകയാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ നിങ്ങൾ അങ്ങനത്തെ ഓപ്ഷൻസ് നോക്കുക. അത് വന്നു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ വീണ്ടും ട്രാക്കിലൊക്കെ ആപ്ലിക്കേഷൻസ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വോളണ്ടിയറിങ് ജോബ്സ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്രൻറ്റിഷിപ്പ് കോഴ്സ് പോലത്തെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കോഴ്സുകൾ നിങ്ങൾക്ക് ഇവിടെ NHSലോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ഇതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. എന്തൊക്കെ മാക്സിമം നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ CV നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുമോ അതെല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പ് വരുത്താൻ കിട്ടുന്ന എല്ലാ ഓപ്ഷൻസും ട്രൈ ചെയ്യുക. ഒരു ഓപ്ഷനും കളയാതിരിക്കുക എന്തായാലും. മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ്, വരുന്ന അവസരങ്ങളാവട്ടെ, കാര്യങ്ങളാവട്ടെ, ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാവട്ടെ, അതെല്ലാം വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ത്രൂ, യൂട്യൂബ് ത്രൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ വരുന്ന ജൂലൈ ഓഗസ്റ്റിൻ്റെ ടൈമിലൊക്കെ ആയിട്ട് അവർ വോളണ്ടിയറിങ് ജോബ്സിന് വേണ്ടിയിട്ട് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അഡ്മിൻ ജോബ്സും ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് ജോബ്സിലൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഡയറക്റ്റാണ്, നിങ്ങൾ പോയാൽ മാത്രം മതി, ഒരിടത്ത് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ കാര്യങ്ങളും സംഭവങ്ങളെല്ലാം തന്നെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഉറപ്പായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും. ഓക്കെ, ഈ ഒരു UK ഇമിഗ്രേഷൻ റൂൾ ചേഞ്ചസിൽ വന്നിട്ടുള്ളതിൽ ഏറ്റവും ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് സീനിയർ കെയറർ അല്ലെങ്കിൽ കെയറർ വിസ എന്നുള്ള സംഭവം സ്റ്റോപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഓവർസീസിൽ നിന്ന് വരുന്ന ഈ ഒരു വിസ കാറ്റഗറിയിൽ ഈ ഒരു പാത്വേ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. കാര്യം അത്രയും മാത്രം ഈ ഒരു വിസ റൂട്ടിന് അല്ലെങ്കിൽ ഈ ഒരു പാത്വേനെ ഇവിടെ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ന്യൂസും റിപ്പോർട്ട്സും കാര്യങ്ങളാണ് ഡെയിലി നമ്മൾ കാണുന്നത്. അത് പല രീതിയിലാണെങ്കിലും കുട്ടികളുടെ സൈഡിൽ നിന്നാണെങ്കിലും അവരുടെ അനുഭവിച്ചിട്ടുള്ള അവസ്ഥകളും അവരെ പറ്റിച്ചിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ കേൾക്കുമ്പോഴും ഓരോ ദിവസം അതിനെപ്പറ്റി ഒരു ന്യൂസോ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനോ കേൾക്കാത്ത ദിവസം ഇല്ല എന്ന് വേണം പറയാനായിട്ട് സത്യം പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അവർ നല്ലൊരു ഡിസിഷനാണ് ഈ ഒരു കാര്യത്തിൽ എടുത്തതെങ്കിൽ പോലും അതിനു വേണ്ടി മാത്രമുള്ള ബാക്കപ്പ് ഉണ്ടോ എന്നുള്ള കാര്യം കൂടി ഇനി ഫർദർ ഫ്യൂച്ചറിൽ ചിന്തിക്കേണ്ടി വരും. കാര്യം ഇവിടെ തന്നെ ഉള്ള ആൾക്കാരെ തന്നെ ഈ ഒരു ജോബിലേക്ക് കയറ്റാം എന്നുള്ളൊരു രീതിയിലാണ് അവർ വർക്കൗട്ട് ചെയ്ത് പോകുന്നത് എന്തായാലും. എനിവേ, അതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം. പക്ഷേ ഈ ഒരു റൂട്ടിനെ അത്രയും മാത്രം അബ്യൂസ് നടന്നിട്ടുള്ളത് കൊണ്ടും ഒരുപാട് കാൻഡിഡേറ്റ്സിന് ആ രീതിയിൽ ചൂഷണം ചെയ്തിട്ടുള്ളത് കൊണ്ടുമാണ് മെയിനായിട്ടുള്ളൊരു ഡിസിഷൻ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു പാത്വേ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യണമെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം വന്നതോടുകൂടി തന്നെ കുറേ പേരും ഇതിന് ശേഷം നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല നഴ്സിംഗ് ഹോംസിലേക്കും ഇൻ്റർവ്യൂസും അല്ലെങ്കിൽ ജോബും ഒക്കെ വാഗ്ദാനം ചെയ്തിട്ട് നാട്ടിലുള്ള ആൾക്കാരൊക്കെ അവരെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ റെഡിയാക്കി തരാം, 22-ാം തീയതിക്ക് മുന്നേ നിങ്ങളത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല, 22-ാം തീയതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഇന്ന ഹോംസിൽ ഞങ്ങൾക്ക് അവസരങ്ങളുണ്ട്, പക്ഷേ നിങ്ങൾ ഇത്ര 2 ലക്ഷം തൊട്ട് 5 ലക്ഷം രൂപ വരെ, 5 ലക്ഷം തൊട്ട് 10 ലക്ഷം രൂപ വരെ നിങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം റെഡിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്, അങ്ങനെ ആര് അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഇനി ആ ഒരു റൂട്ട് അല്ലെങ്കിൽ ആ ഒരു പാത്വേ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്തായാലും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. അവർ പറയുന്ന മെയിനായിട്ടുള്ള കാര്യം വെച്ചാൽ സീനിയർ കെയർ വിസയിൽ നിങ്ങൾ വരിക, നിങ്ങൾ ഇത്ര രൂപ ചിലവാക്കുക, ഇവിടെ വരിക, വന്നു കഴിഞ്ഞ് NMCയുടെ രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ആക്കുക, CBT മോസ്കിങ് ആക്കുക, നിങ്ങൾക്ക് എംപ്ലോയർ നിങ്ങൾക്ക് റെഫറൻസ് തരുന്നു, നിങ്ങൾ നേരെ പിൻ നമ്പർ കിട്ടുന്നു, നിങ്ങൾക്ക് ജോലി ആവുന്നു, ബാൻ 5 ആയിട്ട് നിങ്ങൾ കയറുന്നു. ഓക്കെ, നിങ്ങൾക്ക് 1 മാസത്തെ സാലറി അല്ലെങ്കിൽ ഒരു 3 മാസത്തെ സാലറി നിങ്ങൾ ഞങ്ങൾക്ക് തന്നാൽ മതി അഡ്വാൻസ് ആയിട്ട്, ബാക്കിയെല്ലാം ഞങ്ങൾ റെഡിയാക്കി തരാം. ഈ രീതിയിലാണ് സംസാരിക്കുന്നതും നിങ്ങളെ വീണ്ടും ഇമോഷണലി
അവർ എന്ത് ചെയ്യാം, മാക്സിമം മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് നോക്കും. പക്ഷേ നമുക്ക് പറയാനേ സാധിക്കുള്ളൂ, ഞാൻ എല്ലായിടത്തും പറയുന്നുണ്ട്, പല കാര്യങ്ങളും പല ഇൻഫർമേഷൻസിലും പാസ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അത് പാസ് ചെയ്ത് 2-ൻ്റെ അന്ന് എനിക്ക് വരുന്ന മെസ്സേജ് ഇതേപോലത്തെ ഏജൻറ്റ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് സത്യമാണോ ഫേക്ക് ആണോ എന്നായിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരുപാട് പേർക്ക് വന്നിട്ടുള്ള ഡൗട്ട് എന്ന് വെച്ചാൽ കറൻ്റ്ലി ഇവിടെ കെയർ വർക്കേഴ്സിലോ അല്ലെങ്കിൽ ഈ 2 കോഡിലോ വർക്ക് ചെയ്യുന്നുള്ളവർക്ക് ഇതിനെ ഏത് രീതിയിൽ ബാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു സ്പോൺസറിൻ്റെ കീഴിൽ നിങ്ങൾ കഴിഞ്ഞ 3 മാസമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പോൺസർഷിപ്പ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് അപ് ടു 22 ജൂലൈ 2028 വരെ ആയിരിക്കും എന്തായാലും കേട്ടോ. ഈ പറഞ്ഞ ടൈം പീരീഡിന് ശേഷം പിന്നെ ഫർദർ സ്പോൺസർഷിപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കില്ല. ആൻഡ് കെയർ വർക്കേഴ്സിനെയും സീനിയർ കെയറേഴ്സിനെയും കംപ്ലീറ്റ്ലി ഈ ഒരു ഷോർട്ടേജ് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്യും എന്തായാലും. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഓൾറെഡി എവിടെയെങ്കിലും ഇതേപോലെ കെയറായിട്ടോ അല്ലെങ്കിൽ സീനിയർ കെയറായിട്ടോ നിങ്ങൾക്ക് വീസ തരാമെന്നോ COS തരാമെന്നോ നിങ്ങൾക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു 22 ജൂലൈ 2025 മുന്നേ തന്നെ നിങ്ങളിവിടെ കറൻ്റ് UK ഉള്ളവരാണെങ്കിൽ എത്രയും വേഗം അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും സ്പീഡപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക. സോ ഈ ഒരു ചേഞ്ചസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ബ്രീഫായിട്ട് ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടി എന്ന് വിചാരിക്കുന്നു. കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ തന്നെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം ഞാൻ പറഞ്ഞ പോലെ ഇതിനിടയിൽ ഒരുപാട് പേര് ഇത് ചൂഷണം ചെയ്യാനും ഇതിപ്പോൾ കഴിയും എന്ന് പറഞ്ഞ് ഇപ്പം നിങ്ങൾ കാശ് തന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെഡിയാക്കി തരാം എന്ന് പറഞ്ഞ് പറ്റിക്കാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന കുറേ ടീംസ് ഉണ്ട്. ഓക്കെ, സോ ഇനി അപ്കമിങ് വീഡിയോയ്ക്കകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100+ ജോബ്സ് ഏതൊക്കെയാണ് ഇതിനകത്ത് നിന്ന് ഇപ്പോൾ റിമൂവ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ ഓരോ പ്രൊഫഷൻ സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ നഴ്സിങ്ങിന് എന്തൊക്കെയാണ് ഇനി ആപ്ലിക്കബിൾ ആയിട്ട് വരിക, അല്ലെങ്കിൽ ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാനായിട്ടുള്ളത്, അതുപോലെ തന്നെ കെയർ വർക്കേഴ്സ് സീനിയർ കെയറേഴ്സായിട്ട് കറൻ്റ്ലി നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾ ഇനി ഏതെല്ലാം രീതിയിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി ഡിഫറൻറ്റ് കോഴ്സസ് കാര്യങ്ങളൊക്കെ ചെയ്യാം, അതുപോലെ സ്റ്റുഡൻറ്റ് വിസയിൽ നിൽക്കുന്ന ആൾക്കാരാവട്ടെ, ഗ്രാജുവേറ്റ് വിസയിൽ നിങ്ങൾ നിൽക്കുന്ന ആൾക്കാരാവട്ടെ, അപ്പോൾ ഓരോന്നിനെയും ഡിഫറൻ്റ് ആയിട്ട് ഏതെല്ലാം രീതിയിൽ ഈ ഒരു റൂൾ ചേഞ്ചസ് എഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളെല്ലാം ഇനി വരുന്ന അപ്കമിങ് വീഡിയോസിനകത്ത് ഉറപ്പായിട്ടും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും എന്തായാലും. അപ്പോൾ കറൻ്റ്ലി നിങ്ങൾ ഓൾറെഡി ജോബിനൊക്കെ ആപ്ലിക്കേഷൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ തന്നെ നടത്തുക. കാര്യം ഇൻ്റർവ്യൂവിന് ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയുന്ന കാര്യമാണ്, നിങ്ങളൊരു ഫ്രഷ് ആപ്ലിക്കേഷൻ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൂടെ പോകും എൻ്റെ കൂട്ടത്തിൽ തന്നെ അവിടെ ഇൻ്റർവ്യൂവിന് വരുന്ന ആൾക്കാർ NHSൽ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ആയിരിക്കും, അപ്പോൾ എനിക്ക് കിട്ടില്ല. അങ്ങനെ ചിന്തിച്ച് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് മാക്സിമം നിങ്ങളെ സെല്ല് ചെയ്യാൻ പറ്റുകയാണ്, ആ ഒരു ജോബിന് നിങ്ങൾ ഫിറ്റാണ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ NHS എക്സ്പീരിയൻസ് ആയിട്ട് വന്നിട്ടുള്ള ആൾക്ക് ഇതൊന്നും തന്നെ പ്രോപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്ത് നന്നായിട്ട് സെല്ല് ചെയ്ത ആളെ ആയിരിക്കും അവർ സെലക്ട് ചെയ്യുക. അല്ലാതെ അവിടെ ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല. NHSൽ ജോബ് ഉണ്ട് എന്ന് പറയുന്നത് യെസ് ഒരു ബോണസ് തന്നെയാണ്, പക്ഷേ അവിടെ പ്രസൻറ്റേഷൻ നിങ്ങൾ എങ്ങനെ നിങ്ങളെ സെല്ല് ചെയ്യുന്നു എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം നമ്മുടെ യൂട്യൂബിനകത്ത് ഒരുപാട് വീഡിയോസ്, യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇഷ്ടംമാതിരി ഫ്രീ വീഡിയോസ് ഉണ്ട്. ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ നിങ്ങൾ NHSലേക്കാണ് നോക്കുന്നത്, അതിന് ഏതാണെങ്കിലും പ്രൈവറ്റ് ജോബ്സിനാണെങ്കിലും ഒക്കെ തന്നെ ഇത് ബാധകമാണ് കേട്ടോ. ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫ്രീ വീഡിയോസ് നിങ്ങൾ കാണുക. ആപ്ലിക്കേഷൻസ് കൊടുക്കുമ്പോൾ ഉള്ള റിജക്ഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാം, അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആ ലിസ്റ്റ് ഓഫ് വീഡിയോസ് ഒന്ന് കയറിയിട്ടുണ്ടെങ്കിൽ NHS ഇൻ്റർവ്യൂസിനെയും ആപ്ലിക്കേഷൻസിനെയും ട്രാക്ക് ജോബിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഫോക്കസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് കാണുക. ഒരുപാട് ഇൻഫർമേഷൻസ് അതിൽ കൂടെ നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് കുട്ടികൾക്ക് അത് യൂസ്ഫുൾ ആയിട്ടുണ്ട്, അവരുടെ ഒക്കെ ഫീഡ്ബാക്ക് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നിങ്ങൾ നോക്കി എന്ത് ചെയ്യുക, ഇനി നിങ്ങളുടെ കയ്യിലുള്ള ടൈം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അതേസമയം നിങ്ങൾ നഴ്സസ് ഇപ്പോൾ റീസെൻ്റായിട്ട് പിൻ നമ്പർ കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് കൊടുക്കാം, ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം, ജോബ് നിങ്ങൾക്ക് കിട്ടും, COS നിങ്ങൾക്ക് തരുന്നുണ്ട്. പക്ഷേ ഒരു ഏജൻസിയുമല്ല, നിങ്ങൾ ഡയറക്റ്റാണ് ജോബിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻസ് കൊടുക്കേണ്ടത്. നിരവധി NHS ട്രസ്റ്റ് ഇപ്പോഴും സ്പോൺസർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും വാട്സപ്പ് ചാനലിലും ഒക്കെ തന്നെ ജോബ്സ്, സ്പോൺസർഷിപ്പ് വരുന്ന ജോബ്സിനെ പറ്റിയിട്ടുള്ള പ്രോപ്പർ അപ്ഡേറ്റ്സ് എപ്പോഴും തന്നെ കൊടുക്കാറുണ്ട്. അതിൻ്റെ കാര്യങ്ങളാവട്ടെ, ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ കാര്യങ്ങളാവട്ടെ, അതിൻ്റെ വീഡിയോസ് ആവട്ടെ, അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ്റെ ഫ്രീ ഗ്രൂപ്പുകളിലും അപ്ഡേറ്റ്സും സ്പോൺസർഷിപ്പ് വരുന്ന ചാനൽസും ഒക്കെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഉറപ്പുവരുത്തുക എന്തായാലും. അതുപോലെ ഈ ഒരു ജോബ് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കൺസേൺസോ ക്വയറീസോ ഉണ്ടെങ്കിൽ നമ്മുടെ കോർഡിനേറ്റേഴ്സിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ നമ്പേഴ്സും കോൺടാക്ട് ഡീറ്റെയിൽസും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇതേപോലെ വിസ എക്സ്റ്റൻഷനോ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ജോബ്സോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കൂടുതൽ ക്വയറി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊരു ഇമിഗ്രേഷൻ ലോയർ അല്ലെങ്കിൽ ഒരു സോളിസിറ്ററിനെ നിങ്ങൾ സമീപിക്കുക. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾ അവരുമായിട്ട് സംസാരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ അല്ലെങ്കിൽ യൂട്യൂബിലിടുന്ന വീഡിയോ ഒന്നും കണ്ട് നിങ്ങൾ കൂടുതൽ ഡിസിഷനിലോട്ട് പോവാതെ ഇതെല്ലാം നമ്മൾക്ക് കിട്ടുന്ന ഇൻഫർമേഷനാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ലീഗലി കാര്യങ്ങൾ നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നതിന് മുന്നേ ഉറപ്പായിട്ട് ഒരു ഇമിഗ്രേഷൻ ലോയറിനെ തന്നെ നിങ്ങൾ കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫർദർ ഡിസിഷനിലോട്ട് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. ഓക്കെ, അല്ലാതെ ഏതെങ്കിലുമൊക്കെ ഏജൻസി പറഞ്ഞ് കേട്ടതുകൊണ്ട് കാശ് കൊടുത്ത് കളയരുത്. ഒരുപാട് കഥകളാണ് ഇപ്പോൾ കേട്ട് വരുന്നത്, പ്രത്യേകിച്ച് ഈ ഒരു റൂൾ ചേഞ്ചസ് വരുന്നു എന്ന് കേട്ടപ്പോൾ. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ മല്ലു നഴ്സിംഗ് കപ്പിൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ
തന്നെ നിങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഓരോ ഇൻഫർമേഷൻസ് വന്നു കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ വീഡിയോ ഇടത്തില്ല. കാര്യം അതിനെപ്പറ്റി പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് അതിനകത്ത് എന്താണ് എക്സാക്ട്ലി സംഭവിക്കുന്നത്, അതിൻ്റെ എല്ലാ വശങ്ങളും പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്ത് ആയിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുക. അപ്പം ധൃതി പിടിച്ചൊരു വീഡിയോ ഞങ്ങൾ ഒരിക്കലും ചെയ്യാറില്ല. അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കിയിട്ടായിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുക എന്തായാലും. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ തന്നെ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്സും അല്ലെങ്കിൽ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ തന്നെ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തായാലും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ കൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മല്ലു നഴ്സിംഗ് കപ്പിൾ. ബൈ.